ഹായ് ഹലോ ഗുഡ് ഈവനിങ്. എന്താണ് വിശേഷം? എൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമായിട്ട് തുടങ്ങാമല്ലേ? ആദ്യം തന്നെ രാവിലെ എണീറ്റ് കുളിച്ച് അത്തപ്പൂ സെറ്റാക്കാൻ നോക്കുക. അത്തപ്പൂ ഇടുന്ന സ്ഥലത്ത് ഒന്ന് രണ്ട് കാര്യം എടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് കയറിയപ്പോൾ അമ്മ നല്ല നാടൻ അവിയലും പിന്നെ സാമ്പാർ ഓൾറെഡി സെറ്റായി. വീണ്ടും അത്തപ്പൂവിലേക്ക് ഞാൻ അകത്തൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത്തപ്പൂവിൻ്റെ ഡിസൈനൊക്കെ കുട്ടേട്ടൻ വരച്ചു കഴിഞ്ഞു. തക്കു കുളിച്ച് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. തക്കുവിനെയും കൊണ്ട് ആദ്യം പൂ വെക്കാൻ വേണ്ടി തക്കു പൂവൊക്കെ വെച്ചപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എൻ്റെ കലാവിരുത് തുടങ്ങി. അങ്ങനെ നമ്മുടെ അത്തപ്പൂ സെറ്റായി. അത്തപ്പൂ ഇട്ട് കഴിഞ്ഞ് ഞാൻ പെരയ്ക്കകത്തേക്ക് വന്നപ്പോഴത്തേക്ക് അമ്മ പായസം സെറ്റാക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വന്നു. തിരുവോണം ഈ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരുപാട് നാളിന് ശേഷമാണ് എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു തിരുവോണം. അപ്പോൾ അതുകൊണ്ട് കുട്ടൻചേട്ടൻ പറഞ്ഞു തിരുവോണം നമ്മുടെ വീട്ടിലാക്കാമെന്ന്. ചേച്ചിയുടെ ഫാമിലിയും ചിറ്റപ്പൻ്റെ ഫാമിലിയും ഞങ്ങൾ 3 കുടുംബവും കൂടെ ഒന്നിച്ചു കൂടുന്ന ഞങ്ങളുടെ ഒരു കുഞ്ഞു ഓണവിശേഷങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഓണസദ്യ. ആദ്യം നമ്മൾ വിളക്കിൻ്റെ ഫ്രണ്ടിലാണ് ചോറ് വെക്കേണ്ടത്. അമ്മ അത് വെക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ചെയ്യുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയും പൊന്നും എല്ലാവരും കൂടെ ചേർന്ന് സദ്യ വിളമ്പുവാണ്. ഓൾറെഡി അമ്മ വിളക്കിൻ്റെ ഫ്രണ്ടിൽ ചോറൊക്കെ വെച്ചു. ഇനി ആദ്യത്തെ പന്തിയിലുള്ള എല്ലാവരും ഫുഡ് കഴിക്കാണ്ടിരിക്കുക. ആദ്യം തക്കുവും അരുണയും കണ്ണനും ഒക്കെ കൂടെ ചോറുണ്ണാനിരുന്നു. ഞങ്ങളുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ പായസം കടലപ്രഥമനായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കൂടെയാണ്. ആദ്യത്തെ ട്രിപ്പ് ഉണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അടുത്ത ട്രിപ്പ് വരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമുള്ളൊരു ഓണമായിരുന്നു. ഈ പ്രാവശ്യം ഓണം ഞാൻ നന്നായി എൻജോയും ചെയ്തു. ഓണം ശരിക്കും കുടുംബത്തോടൊപ്പം ഒത്തുകൂടി ആഘോഷിക്കുമ്പോഴാണ് അതിൻ്റെ സന്തോഷം പൂർണ്ണതയിലെത്തുന്നത്. കളിയും ചിരിയും കൂടെ ഇഴുകിച്ചേർന്ന് വരുമ്പോൾ ഓണാഘോഷം അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി